ഇന്നിപ്പോ നമ്മൾ ഗരുഡ ട്രക്സിന്റെ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ വീഡിയോസ് കംപ്ലീറ്റ് എടുക്കാറ് വണ്ടികളിൽ അവിടെ നിന്നിട്ട് ഓരോ വണ്ടികൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യലും അതേമാതിരി തന്നെ വണ്ടികളുടെ കാര്യങ്ങൾ പറയണം നമ്മൾ പതിവ്. ഇന്നിപ്പോ നമ്മൾ ഓഫീസിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ ഓരോ വണ്ടികൾ ഇടുന്നതിന്റെ കാര്യം ഞങ്ങൾ മെയിൻ ആയിട്ട് കച്ചവടക്കാരാ. ഈ കച്ചവടക്കാര് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ഒരു ഡിഗ്രേഡ് ചെയ്യുന്ന പരിപാടിയാണ്. കച്ചവടക്കാർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവര് വണ്ടി മേടിച്ച് അതിനെ ഭംഗിയാക്കി പണത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്നൊരു ലാഭം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത്രമാത്രം നമ്മൾ കച്ചവടക്കാർ ചെയ്യണു. അല്ലാണ്ട് പഴയ ആ ഒരു ട്രെൻഡ് ഇടിച്ച വണ്ടികളോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ പറ്റിച്ച് വിടുന്ന അങ്ങനെയൊന്നും ട്രെൻഡ് ഒന്നും ഇപ്പൊ ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അതൊന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം ഇപ്പൊ നമ്മളിത് പറയാൻ കാരണം എന്താന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ വണ്ടികള് സാധനങ്ങളെല്ലാം നമ്മൾ സെയിൽ ചെയ്യാനും അത്രയും ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണേ. അപ്പോ നമ്മൾ ഓരോ വണ്ടികൾ ഇടുന്നതിന്റെ അടിയിൽ ഒരിക്കലും പോയി വണ്ടി മേടിക്കരുത്. ആ വണ്ടി പെടും. അതായത് നമ്മളെല്ലാം കുറ്റം പറയണേ, ആ വണ്ടികളെ കുറ്റം പറയും. ഇപ്പൊ മഹീന്ദ്ര ബ്ലേസോ വണ്ടി ഞങ്ങൾ ഇതിനു മുമ്പ് ആയിട്ടിട്ടുണ്ടായി, 12 വീല് വണ്ടി. അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് ചെയ്തേക്കണ ഒരാളും പോയി പെടരുത്, ഒരിക്കലും വണ്ടി വാങ്ങരുത്. അപ്പൊ അതിന്റെ ഇടയിൽ വേറൊരാൾ ചോദിക്കേണ്ട എന്ത് കാരണം കൊണ്ടാന്ന് വെച്ചപ്പോ എന്റെ കയ്യിൽ 2 വണ്ടി ഉണ്ട് ബ്ലേസോ. ഒരബദ്ധം ഒരാൾക്ക് പറ്റാം, വീണ്ടും പോയി വണ്ടി മേടിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ആൾക്കത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയണേ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ബ്ലേസ് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ വണ്ടിയൊന്നുമല്ല, കമ്പനിക്കാരെ ഇറക്കിയ വണ്ടിയാ. പിന്നെ വണ്ടീനെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയാന്ന് വിചാരിച്ച ബ്ലേസോ ഒരു കംപ്ലൈന്റും ഇല്ല. അത് നോക്കിയും കണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണ പാർട്ടികൾ അത് ഉപയോഗിക്കുന്നവരോട് ചോദിക്കുക വണ്ടിക്ക് വല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. ഭാരത ബെൻസ് ഇപ്പൊ നമ്മുടെ CC പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 6300 cc 6400 cc ആണ് ഭാരത് ബെൻസ് പറഞ്ഞത്. മഹീന്ദ്ര ബ്ലേസോ എന്ന് പറഞ്ഞ 7400 cc വരുന്ന വണ്ടിയാ. അതായത് അത്രയും എഞ്ചിൻ പവറും വലിയും കാര്യങ്ങളും കൂടുതലാ. അത്രയും ഇപ്പൊ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 12 വീല് വണ്ടി ഇറങ്ങിയിരിക്കണേല് ഏറ്റവും വലിയുള്ള വണ്ടി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ തെക്ക് ഭാഗത്ത് കൊല്ലത്തായാലും തിരുവനന്തപുരത്തുള്ളവരായാലും ഈ മണലും കരിമണലും ഓടാൻ, അതായത് 55 ടൺ 60 ടണ്ണും വെച്ചിട്ട് ഈ വണ്ടി വരുന്ന അവിടെ നിന്ന് അത്രയും ടണ്ണേജ് വെച്ച് ഓടാൻ ഈ ബ്ലേസോ ഉപയോഗിക്കുന്നതിന്റെ കാരണം. അപ്പൊ അത് അത്രയും പെർഫെക്റ്റ് വണ്ടി ആയതുകൊണ്ടാണല്ലോ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ വണ്ടീനെ അല്ല ഞാൻ മൊത്തത്തിൽ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കമന്റ് ചെയ്യുമ്പോൾ അത് അതിന്റെ പെർഫെക്ഷനും കാര്യങ്ങളും നോക്കിയിട്ട് കമന്റ് ചെയ്യുക. കാരണം ഞങ്ങളും ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളും ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണേ. അപ്പൊ ഒരാൾ മേടിക്കരുത് വണ്ടി പെട്ടുപോകുള്ളൂ അങ്ങനെയൊക്കെ ഒരു കമന്റ് അവനവന് വേണ്ടെങ്കിൽ മേടിക്കണ്ട, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഇടയിൽ കമന്റ് ഇട്ട് വെറുതെ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കരുത്. അത് പറയാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തുടക്കം നമ്മൾ ചെയ്തു മാത്രം. നമുക്കിനി ബാക്കി വണ്ടികൾ പുതിയത് വന്നിട്ടുണ്ട്. നിസാന്റെ ജയോ പുതിയ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടെയ്നർ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോയും ബാക്കി കാര്യങ്ങളും ഇപ്പൊ അടുത്ത നിമിഷത്തിനുള്ളിൽ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ബാ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ജയോ 2020 മോഡൽ ജയോ ആണ്. ഇത് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12,000 കിലോമീറ്റർ ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഇതൊരു കൊറിയർ കമ്പനിക്ക് അവർക്ക് വലിയ 32 അടി വണ്ടികളൊക്കെ ഉള്ള പാർട്ടികൾ. അപ്പൊ അവർക്ക് ലോക്കൽ ഓടാൻ വേണ്ടിയിട്ടാണ് അവർ വണ്ടി എടുത്തത്. പക്ഷെ അത് സക്സസ് ആയില്ല. അപ്പൊ അത് കാരണം കൊണ്ട് വണ്ടി തീരെ ഓടിയില്ല. 12,750 കിലോമീറ്ററിന് ഈ വണ്ടി ഓടിക്കണം, കണ്ടെയ്നർ വണ്ടി. പിന്നെ കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മുടെ ഇവിടെ കെട്ടിക്കുന്ന കണ്ടെയ്നർ അല്ല, അത് ഹൈദരാബാദ് കെട്ടിക്കുന്ന ബോഡി. അപ്പൊ അത് കാരണം കൊണ്ട് ആ ബോഡിക്ക് അതിൻ്റെതായ ക്വാളിറ്റി നീളം വീതിയും കൂടുതലാണ്. 12 അടിയിൽ ഇതിന്റെ കണ്ടെയ്നർ വരുന്നത്. പിന്നെ കണ്ടെയ്നറിന്റെ നീളം വരുന്നത് 12 അടിയാ. പിന്നെ ഇപ്പൊ സ്റ്റെപ്പിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ യൂസ് വരെ ചെയ്തിട്ടുള്ളത്. കാരണം 12,750 കിലോമീറ്ററിലെ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ ഇൻഷുറൻസ് പുതിയത് എടുത്തു വണ്ടിക്ക്, CF പുതിയത് നടത്തി. വണ്ടി നല്ല ക്വാളിറ്റി, നല്ല ബെസ്റ്റ് ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണറിൽ നിൽക്കണു. ഇപ്പൊ കമ്പനി സർവീസിൽ വണ്ടി നിൽക്കണു. പിന്നെ ഇതിപ്പോ എടുക്കണ പാർട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ വളരെ വർത്തായിരിക്കും. കാരണം അത്രയും നമുക്ക് റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പാർട്ടി വന്ന് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 9.5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 9,50,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. വണ്ടി ആകെ 10,000 കിലോമീറ്റർ ഓടിയ വണ്ടി, കണ്ടെയ്നർ, 12 അടി നീട്ടം. എടുക്കുന്ന പാർട്ടിക്ക് കുഴപ്പമുണ്ടാവില്ല. ഫിനാൻസ് വേണമെന്ന് വിചാരിച്ച് നല്ല പാർട്ടികളാണ് ഏകദേശം ഫുൾ എമൗണ്ട് ലോണും കയറും. പിന്നെ നമ്മള് നിക്കുന്നത് ഗരുഡ ട്രക്സിലാണ്. പലരും ഇവിടുത്തെ വണ്ടികളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ എന്ന് പറഞ്ഞു. അതൊക്കെ വണ്ടികളാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിട്ട്. ഈ ലൈലാൻഡ് ബോസ് 17 അടിയുടെ വണ്ടി ഉണ്ട്. പിന്നെ കണ്ടെയ്നർ ടാറ്റ ഉണ്ട്, ടാറ്റ. പിന്നെ ഏഷ്യർ ഉണ്ട് കണ്ടെയ്നർ തന്നെ. പിന്നെ 2049 എന്ന് പറഞ്ഞ വണ്ടി ഉണ്ട് ഏഷ്യറിന്റെ. പിന്നെ ഈ നമ്മുടെ ഈ വടക്ക് സൈഡിലൊക്കെ
കല്ല് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ബോസ് ഉണ്ട് 14 അടി. പിന്നെ ടാറ്റയുടെ വണ്ടി പറഞ്ഞുണ്ട് 19 അടി. പിന്നെ ഭാരത് ബെൻസ് 16, 17. പിന്നെ ടാറ്റയുടെ തന്നെ 19, 18. പിന്നെ 3 കണ്ടെയ്നറുകള് 407 3 കണ്ടെയ്നറുകള്. പിന്നെ 1110 ഉണ്ട്. എയ്ച്ചറിന്റെ 1110 ഉണ്ട്. പിന്നെ എയ്ച്ചറിന്റെ തന്നെ 2095 24 അടിയാന്ന് തോന്നുന്നു. കറക്റ്റ് പിക്ചറിൽ വിളിച്ചാൽ ഈ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ വിളിച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. പിന്നെ ടാറ്റയുടെ 19 അടി വണ്ടി 1109. ടാറ്റയുടെ 19 അടി 1109 ഉണ്ട്. പിന്നെ ടാറ്റയുടെ 1090, എയ്ച്ചറിന്റെ 1095 ചേസ് അടക്കമുള്ള വണ്ടിയാണ്. ചേസ് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ടാറ്റയുടെ അൾട്ര T11 ഇത് 17 അടിയാന്ന് തോന്നുന്നുണ്ട്. 14, 17 അടിയാന്ന് തോന്നുന്നു. പിന്നെ എയ്ച്ചറിന്റെ 1095 ഉണ്ട്. പിന്നെ ഒരു 12 വീല് പഴയ വണ്ടിയാണ്. ലോണൊന്നും കിട്ടില്ല അതുമാ. പിന്നെ ഒരു ഭാരത് ബെൻസ് പഴയത് ഒരെണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ ഗുരു ഉണ്ട്. ഭാരത് ബെൻസ് 16, 17 ഒരെണ്ണം നിൽക്കുന്ന നിലവിലുണ്ട്. ഇതൊക്കെ ഇത്തിരി പണികളുള്ള വണ്ടികളാട്ടാ. എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി പണിയൊക്കെ ഉണ്ട് വണ്ടിമ. പിന്നെ ഗുരുവിന്റെ കണ്ടെയ്നർ 2 എണ്ണം. ഇപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞേ ഇങ്ങനെ ഇവിടെ ഉള്ള വണ്ടികള് ഫുള്ളായിട്ട് ഒന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ. എൻ്റെ ഇതിൽ കാണും ഈ വണ്ടികള്. പഴയ വീഡിയോകളാണ് ഇതൊക്കെ. കുറെ പഴയ വീഡിയോകളുണ്ട്. അത് നോക്കിയാൽ നിങ്ങള് ഗ്രൂപ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. ഇന്നിപ്പോ നമ്മുടെ ഗരുഡ ട്രക്സിലെ ഇന്നിപ്പോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാന്റെ ജയോ 2017 മോഡല് 18 രജിസ്ട്രേഷൻ. ഇതിപ്പോ വണ്ടി വന്നിട്ട് നമ്മുടെ ഏകദേശം ഒരു 1.5 മാസത്തോളമായി വണ്ടി വന്നിട്ട്. പക്ഷെ അത് വണ്ടി ഫുള്ളായിട്ട് പണിയാൻ കയറ്റിയിരിക്കുകയായിരുന്നു. ഇപ്പൊ വണ്ടി ഫുള്ള് എല്ലാ പാച്ച് വർക്കും പെയിന്റിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോ വന്നേക്ക. പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്. ഇപ്പൊ 6 മാസം വരെ ടാക്സ് ഉണ്ടാവും. ഇൻഷുറൻസും ടെസ്റ്റും പുതിയത്. ബ്രാൻഡ് ന്യൂ ഇൻഷുറൻസും ബ്രാൻഡ് ന്യൂ ടെസ്റ്റും നമുക്ക് നടത്താം. പിന്നെ ഇപ്പൊ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കേജ് കൂടിയ ഷീറ്റ് അടിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമും കാര്യങ്ങളും. പിന്നെ വണ്ടിയുടെ ബോഡി, സൈഡ് ബോഡി ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ആംഗ്ലർ ഇട്ട് പണത് എല്ലാതും ഫുഡ്. കാരണം ഇതിപ്പോ സാധാരണ ഗതിയിൽ ഒരു ഹൈടെക് ബോഡി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തന്നെ വന്നതിന് ശേഷം ഇവിടുന്ന് സാധാരണ ബോഡി വരെ ചെയ്യും. ഇതിപ്പോ മോളിൽ നിന്ന് അടി വരെ ആംഗ്ലർ കംപ്ലീറ്റ് കൊടുത്തിട്ട് ഇതിന്റെ ക്രോസ് വരുന്ന അടിയിൽ വരുന്ന കട്ടയമ്മലിക്ക് ഇതുമ്മലിക്ക് കണക്ട് ചെയ്തൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് ബോഡിന് എത്ര ലോഡ് കയറ്റിയാലും ബോഡി കിട്ടും മലക്കില്ല. അത്രയും നല്ല ക്വാളിറ്റി വണ്ടി. സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടി. ഇപ്പൊ ഒരു പാർട്ടി ഉപയോഗിക്കാൻ മേടിക്കുന്ന പാർട്ടിക്ക്, ലൈനിൽ ഓടുന്ന പാർട്ടിക്കൊക്കെ ധൈര്യമായിട്ട് മേടിക്കാം. ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാ പവർ സ്റ്റിയറിംഗ് വണ്ടി. നമുക്ക് ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 6,75,000 രൂപയാണ് വണ്ടി നമ്മൾ വില ഉദ്ദേശിക്കുന്നത്. എല്ലാ പേപ്പറും പുതിയത്, സെക്കൻഡ് ഓണർ, ഹൈടെക് ബോഡി. 6,75,000 രൂപ. ഇനിയിപ്പോ നല്ല പാർട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. ഒരു 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും.